ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ചായ കുടിക്കാൻ പോവാ പുറത്ത്. എല്ലാരും കുടിക്കുന്നതല്ലയോ? നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് ചായ എഴുന്നേറ്റ് പിന്നെ നമ്മൾ ഇന്നൊരു ചായക്കടയിൽ പോയിട്ട് നമ്മൾ ചായയും ബജ്ജിയൊക്കെ കഴിക്കാൻ പോകണം. എന്നും നമ്മൾ വീട്ടിലല്ല ചായ ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പുറത്തുനിന്ന് കുടിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ്. ചായ വീഡിയോ, ടീ വീഡിയോ. അല്ല ഇതെന്തോന്ന് തേർഡ് ഇന്ന് ജൂൺ 3. ഇന്ന് നമ്മളെ കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന പോലെ ഒരാൾ ബാഗ് തൂക്കി എടുത്തോണ്ട് വരുന്നുണ്ട്. ഞാൻ ഇന്ന് വീട്ടിലൂടെ ഒന്ന് കയറണമെന്നുണ്ട് ഗൈസ്. അവിടെ തേങ്ങയില്ല. അപ്പൊ നമ്മൾ 2 തേങ്ങയും കൂടെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ട. ഇവിടുത്തെ പല ബാഗ് സ്ഥിരം എടുക്കുന്നുണ്ട് ഗൈസ്. വീട്ടിൽ പോകാൻ നേരത്ത് ഞാൻ ചോദിക്കുമ്പോ അലക്കാനുള്ള ഡ്രസ്സാണ്, എന്റെ തുണിയാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ ആണെങ്കിൽ വാഴക്കൊല്ല, പിന്നെ ആണെങ്കിൽ തേങ്ങ. ഒരു ദിവസം ഞാൻ നോക്കി പറഞ്ഞാണെങ്കിൽ ഡെയിലി കുറെ ഇടവിട്ട് സ്ഥിരം ഐറ്റം മേടിക്കുന്നു. ഒരു വട്ടം ഞാൻ നോക്കിയാൽ അടുക്കള ഇരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ എടുത്തോണ്ടൊരു പോക്ക, പിന്നെ പുളി ഇതൊക്കെ എടുത്തോണ്ട് നൈസായിട്ട്. അങ്ങനല്ല ഗൈസ്, ഞങ്ങളുടെ വീട്ടില് കൊടംപുളി അതായത് ഉണക്കുന്നുണ്ട്. അതായത് അച്ഛൻ്റെ പപ്പ ഉണക്കുന്നുണ്ട്. അപ്പൊ പപ്പ ആണെങ്കിൽ പുളി ഉണക്കുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പുളിയില്ല, അതായത് നമുക്ക് പുളിമരം ഒന്നുമില്ല. അപ്പൊ നമ്മള് അപ്പം വീട്ടുകാർ പുളി വയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? ആണ് ഞാൻ ഇച്ചിരി പുളിയൊക്കെ കൊണ്ട് കൊടുക്കും. അതിനെ പറയുന്നത് ഞാൻ കട്ടോട് ചുമ്മാ പറയാണ്, ചോദിച്ചോട്ട് നോക്കിയാണ് എടുത്ത് പോകുന്നത്. പിന്നെ ഒരു മിനിറ്റ്, ഞാൻ എന്തുകൊണ്ട് ചോദിച്ചിട്ട് എടുത്തോണ്ട് പോകുന്നത്? കാലം പൊക്കിയിരിക്കുന്ന ഇത് ഞങ്ങളുടെ ബ്ലാക്കി, അതിന്റെ 4 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ കളത്തിരിക്കുന്ന ഒരെണ്ണം എടുക്കാതെ അതൊക്കെ കട്ട് ചെയ്യണേ. നമ്മുടെ എന്താ എത്ര എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടുകാരെ നമ്മളോട് പറയുമ്പോ നമ്മള് കൊണ്ടു കൊടുക്കും. പിടിച്ച് പിന്നെ എന്താ എഴുന്നേറ്റ് നമ്മള് എന്താ നമ്മുടെ വീട്ടിലില്ല. അപ്പൊ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മള് 2 തേങ്ങായോ ഇച്ചിരി പുളിയോ ഒക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു തെറ്റില്ല. എല്ലാരും അവനവന്റെ അപ്പനും അമ്മയ്ക്കും ഇതുപോലെ കൊണ്ടു കൊടുക്കണം. ഈ ചെറുക്കൻ ചുമ്മാ പറയുന്നേ, ഈ ചെറുക്കൻ എല്ലാത്തിനും എനിക്ക് കൂട്ടു നിൽക്കുന്നത് ഞാനിതൊക്കെ ഇവരുടെ വീട്ടിൽ ചെന്ന് ബാഗ് തുറക്കുമ്പോഴാണ് ഈ സാധനമൊക്കെ കാണുന്നത്. ഞാൻ പറയാ ചാർജർ എടുക്കണം ആണെങ്കിൽ, പിന്നെ ആണെങ്കിൽ ഡ്രസ്സ് എടുക്കണം. ചിലപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്നായിരിക്കും ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ കള്ള ഈ പറഞ്ഞ കള്ളച്ചെറുക്കനല്ലേ എനിക്ക് എടുത്തു തരുന്നത്. പോടാ കള്ള എഴുന്നേറ്റ്. നമുക്ക് വീട്ടിൽ പുളിയോണൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നെടുമ്പറത്ത് പുളിയോണൊക്കെ ഇല്ല, അവിടെ പുളിയൊന്നുമില്ല. അപ്പം നമുക്കിവിടെ ഇഷ്ടം പോലെ പുളി ആവശ്യത്തിന് നമ്മൾ പുളി കൊടുക്കുന്നുണ്ട്, ഉണക്കി വിൽക്കുന്നുണ്ട്. അപ്പം പപ്പായും പറഞ്ഞിട്ടുണ്ട് പുളി ഇല്ലല്ലോ ഇച്ചിരി കൊണ്ടുപോകും. പപ്പ അങ്ങ് നിർബന്ധിക്കുവാണ്, അതുകൊണ്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഞങ്ങളാണെങ്കിൽ ചായ കുടിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി. നമ്മുടെ വീട്ടിൽ എന്താ പറയുന്നത്, ഇവരുടെ വീട് അവരുടെ വീട്. മേൽപ്പാടത്ത് നിന്ന് ഒരു വിടൽ വിട്ടെങ്കിൽ പൊടിയാടിലാണ് വന്ന് ചേർന്നത്. അവിടെ അങ്ങ് ചായക്കടയില്ലായിട്ടല്ല, ഞങ്ങൾ വർത്താനം പറഞ്ഞെങ്കിൽ പോകുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ മുട്ട ബജി, കാബജിയൊക്കെ പ്രതീക്ഷിച്ച് വന്ന് എനിക്ക് കിട്ടിയത് 2 മുളക് ബജി ഉള്ളിവിടെയാണ്. അത് പിന്നെ ഞാൻ അങ്ങ് ആസ്വദിച്ചങ്ങ് കഴിച്ചു. 2 ചായ പറഞ്ഞപ്പോൾ ചായ വരാച്ചിട്ട് താമസിച്ചു. പിന്നെ ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ചു. അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ദാണ്ട മതിൽമേൽ 2 ചായ. പിന്നെ അതെടുത്ത് ഞാൻ ഊതി അങ്ങ് കുടിച്ചു. പിന്നെ അച്ചാച്ചൻ വന്നു, അച്ചാച്ചന് ചായ എടുത്ത് ഞങ്ങളുടെ ചേസ് പറഞ്ഞു, ചായ കുടിച്ചു. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഞങ്ങളുടെ യാത്ര അവിടുന്ന് തുടരുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ.